ഇപ്പം നമ്മുടെ ISRO ചെയർമാൻ അദ്ദേഹം ഒരു വലിയൊരു വാർത്ത പുറത്തു വിട്ട്. അതൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു നാൾ ഭയങ്കരമായ ദൂരങ്ങളിൽ നിന്ന് ഭൂമിയോട് അതിഗംഭീരമായ ഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾ പൊട്ടിത്തെറിച്ച വസ്തുക്കൾ വലിയ പാറക്കഷ്ണങ്ങൾ ഭൂമിയെ പതിക്കാനും ഭൂമിക്ക് വിനാശം ഉണ്ടാവാനും ഭൂമിക്ക് വളരെ വളരെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പ്രവചനങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ? ഇനിയിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിരവധി കാര്യങ്ങളാണുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒന്ന് ഓർക്കുക, നമുക്ക് ഈ വായിക്കാനുള്ളൊരു സംവിധാനമോ കാണാനൊരു സംവിധാനമോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളുടെ മനസ്സിൽ ധ്യാനിച്ച ഗ്രഹങ്ങളെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ അറിയുക, പ്രപഞ്ചത്തിൻ്റെ ഈ ഗ്രഹങ്ങളെ അറിയുക. ഞാൻ ശാസ്ത്രലോകം ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഇപ്പം നമ്മുടെ ISRO ചെയർമാൻ അദ്ദേഹം ഒരു വലിയൊരു വാർത്ത പുറത്തു വിട്ട്. ഞാൻ അതിയായ സന്തോഷവാനാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ദുഃഖം തോന്നുന്നെങ്കിലും പേടി തോന്നുന്നെങ്കിലും എന്നെ സംബന്ധിച്ചുള്ളൊരു സന്തോഷം. കാരണം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ഒന്നല്ല എഴുതിയതല്ല. അത് വേണമെങ്കിൽ സുഖസാറിനോട് ചോദിക്കാം. സുഖസാറാണ് എന്നെ ആദ്യം വിളിച്ചത്. അതൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു നാൾ വിദൂരതയിൽ നിന്ന് അതായത് ഭയങ്കരമായ ദൂരങ്ങളിൽ നിന്ന്, അതിൻ്റെ കണക്കുകളൊന്നും എനിക്ക് പറയാം, പക്ഷെ ആ ദൂരങ്ങളിൽ നിന്ന് ഭൂമിയോട് അതിഗംഭീരമായ ഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾ പൊട്ടിത്തെറിച്ച വസ്തുക്കൾ വലിയ പാറക്കഷ്ണങ്ങൾ ഭൂമിയെ പതിക്കാനും ഭൂമിക്ക് വിനാശം ഉണ്ടാവാനും ഭൂമിക്ക് വളരെ വളരെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്ന വികാസം എത്ര എന്നുള്ളത് നമുക്കറിയാം. ഈ എല്ലാവരും പറയും അതിരുവരമ്പെന്ന്. പ്രപഞ്ചത്തിന് അതിരുവരമ്പില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കും. പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അത് അങ്ങനോട്ട് പോകുമ്പോൾ അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഭൂമിയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ളൊരു ഗ്രഹം ഭൂമിയിൽ, അതിൻ്റെ ഡേറ്റും സമയമൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് അല്ല, അത് അല്ലല്ല, ഇപ്പോഴൊന്നും അല്ല, ഇതിപ്പോഴൊന്നും അല്ല, അതൊക്കെ ഒരുപാട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ മനുഷ്യനൊന്നിനും നേരം കാണാത്ത സമയം. മനസ്സിലായി? മനുഷ്യൻ അന്ന് ഞാൻ എഴുതി വെച്ചിട്ട് ഞാനത് വെട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ മുമ്പോട്ട് നടക്കുന്ന ആൾ പുറകോട്ട് നടക്കുന്ന ഒരു രീതി ഭൂമിക്കുണ്ടാവാൻ വരെ സാധ്യത. അതായത് ഭൂമിയുടെ കാരണം ഈ വരുന്ന വഴിക്കെന്ന് പറഞ്ഞ് ഭൂമിയേക്കാൾ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഉള്ള ഗ്രഹങ്ങളെ നശിപ്പിച്ചുകൊണ്ടേ അല്ലേ അത് വരുത്തുള്ളൂ. അപ്പോൾ അത് വന്ന് ഭൂമിയുടെ ഒരു കോണിൽ ഇടിക്കുക എന്ന് പറയുമ്പം അപ്പം ഭൂമിയുടെ രൂപത്തിന് കിഴക്കിനും തെക്കിനും വടക്കിനും പടിഞ്ഞാറിനൊക്കെ മാറ്റം സംഭവിക്കും. പിന്നെ നമ്മൾ ഊഹിക്കാത്തടുത്ത് കടൽ വന്ന് കയറും. അപ്പോൾ മനസ്സിലായും, വല്ല കൂറ്റൻ തിരമാലകൾ കൂറ്റൻ കപ്പലുകളൊക്കെ എടുത്ത് ഉമ്മാതെടുത്ത് പന്തെറിയുന്ന പോലെ ആ രീതിയിലുള്ള കടൽ ഭൂമി കുലുക്കം, ഈ സുനാമി എന്ന് പറയുക എല്ലാം ഉണ്ടാകും. പക്ഷെ അത് ഇപ്പോഴൊന്നും അല്ല, ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് സംശയമില്ലാത്ത കാര്യം. അതിനൊരു ഡേറ്റോ വർഷമോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ഇത് എന്നിട്ട് എന്നെ ഒരു നല്ല മനസാക്ഷിയും ഒക്കെ ഉള്ള ആൾക്കാർ നല്ലത് എഴുതുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ എഴുതിയിരുന്നത് സൂര്യനെ കുറിച്ചാണ്. അതെനിക്ക് പ്രാധാന്യം, അതെനിക്ക് ഈ സുഖസാറിൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും വിളിച്ച് ചോദിച്ചാൽ പറയാം, എനിക്ക് എന്നെ വല്ലാതെ ഉറക്കം കെടുത്തിയ ഒരു സംഭവമാണ്. കാരണം ഇത് എഴുതി ഞാനിങ്ങനെ വെച്ചിരുന്നു. നാസ ആ സൂര്യനെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വിട്ടു. ആ സമയം മുതൽ എനിക്കിതൊരു അങ്കലാപ്പായി. സൂര്യനെ പഠിക്കാൻ ഒരെണ്ണം വിട്ടു. പിന്നെ നമ്മുടെ ഇവിടുത്തെ സൂര്യന് ആദ്യത്തെ L1 പിന്നെ ഇവർ വിടാൻ പോകുന്നു. അപ്പോഴത്തേക്ക് ഞാനിൽ എഴുതി വെച്ചിരിക്കുന്നത് സുഖസാറിനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഭാര്യം പറഞ്ഞാണ്ട് അതും വരെ പോകാൻ പോകും. ആ എഴുതി വെക്കുമ്പോൾ അപ്പം ഞാൻ സുഖസാറിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അണ്ണൻ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം വാരിയിട്ട് കത്തിച്ച് ഞാൻ അതിനകത്ത് ചാടി മരിക്കും. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റരുത്, എനിക്ക് എന്തിനും ഇങ്ങനെ എഴുതി വെച്ചിട്ട് വെറുതെ കഷ്ടമില്ല. അതങ്ങനെ അണ്ണം പറയാൻ വിഷമിക്കാൻ സൂക്ഷിനെ എന്നെല്ലാം ദൈവം ഒരു വഴി തരും. അതെ, അങ്ങനെയാണ് നമ്മുടെ തത്വമയി ചാനൽ അവത്തിങ്ങൾ വിളിച്ചതും അണ്ണൻ്റെ കറാപ്പിൽ വിളിക്കുക മാത്രമല്ല, അവത്തിങ്ങൾ ഒരു 41 മിനിറ്റിൻ്റെ ഒരു ഗംഭീര ഇൻ്റർവ്യൂ തന്നെ തന്നെ. പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, സൂര്യൻ നമ്മൾ കാണുന്നത് പോലെ ഒന്നും അല്ല സൂര്യൻ. സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യനോട്ട് അടുക്കും തോറും സൂര്യൻ്റെ രൂപഭാവത്തിനും മാറ്റം സംഭവിക്കും. ഈ സൂര്യനുള്ളിലുള്ള വസ്തുക്കൾ എന്താണ് വാസ്തവത്തിൽ പറഞ്ഞാൽ, ഞാൻ ധ്യാനിച്ചെഴുതുമ്പം സൂര്യനുള്ളിൽ സദാ ഓം എന്നൊരു ശബ്ദം വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചപ്പോഴേ അവിടെ അങ്ങ് വെട്ടി. കാരണം നമ്മളുടെ ഈ മനുഷ്യനോട് ഞാൻ ഓം എന്ന് എഴുതുമ്പം വേറെ ലെയിലോട്ട് പോകും. അവർക്ക് അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ശരി, അത് വേണ്ട, വെട്ടിയിട്ട് ഞാൻ അതെഴുതി സദാ കരിവണ്ട് മൂളുന്നൊരു ശബ്ദം. കരിവണ്ട് യഥാർത്ഥത്തിൽ എന്താ മൂളുന്നത്? ഓം തന്നെയാണ്. അപ്പോൾ കരിവണ്ട് മൂളുന്ന ശബ്ദം സദാ പുറപ്പെടുവിക്കുന്നുണ്ട്. മാത്രമല്ല സൂര്യനുള്ളിൽ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ സൂര്യനകത്ത് എന്തൊക്കെ ഉണ്ടെന്നോ ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഇത് നമുക്ക് ഇത് പഠിച്ചിട്ട് അല്ലെങ്കിൽ വായിക്കാനൊന്നും ഉള്ള ഭാഗ്യമല്ല, അങ്ങനെയുള്ളതൊന്നും ഉള്ള ഒരാളല്ല, അറിയാമല്ലോ. അപ്പോൾ ദൈവം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും
അങ്ങനെ ഒരു വിദ്യാഭ്യാസം തന്നെ. പക്ഷെ മറിച്ച് എനിക്ക് നല്ലൊരു വിദ്യാഭ്യാസം തന്നിരുന്നെങ്കിൽ ജനങ്ങൾ പറഞ്ഞാൽ അതെല്ലാം വായിച്ച് പഠിച്ചിട്ട് എന്നിട്ട് ഒരാൾ ഇംഗ്ലീഷ് പടം കാണാറുണ്ടോ, ഇതൊക്കെ ഒരു കമൻറ്റുകളാണ്. അപ്പോൾ അതൊക്കെ ആരല്ല അവർ പറഞ്ഞോട്ടെ. പക്ഷേ സൂര്യനകത്ത് സദാ ഉള്ള ശബ്ദ തരംഗങ്ങളും അതിനകത്തുള്ള വിധിശക്തികളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഇപ്പം നമ്മളിപ്പം ഇത്രയും പ്രവചനങ്ങൾ ചെയ്തു, ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. താങ്കളുടെ ഒരു വലിയൊരു വേദന എന്ന് പറയുന്ന പലരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് സുരേഷ് ഗോപിയുടെ പ്രേമേന്ദ്രൻ എൻ്റെ ഞാൻ കൊല്ലത്തായിരുന്നു, പ്രേമേന്ദ്രൻ അവിടെ നിന്ന്. അപ്പം അവിടെ പിന്നെ മുകേഷുണ്ട്, പിന്നെ പ്രേമേന്ദ്രനുണ്ട്. അന്ന് മുകേഷും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് അല്ലെങ്കിൽ ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത് പല വീഡിയോകളിലും പല മീഡിയക്കാരുടെയിലും കിടപ്പുണ്ട്. അത് അവരത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇലക്ഷൻ സമയം. കാരണം എന്നോട് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ആൾക്കാർ ഇന്ന് ഉറപ്പ് ജയിക്കും. അപ്പം കൊല്ലത്തെ കാര്യത്തിനകത്ത് നമ്മളിപ്പം രാഷ്ട്രീയവും മതമോ ജാതിയോ നോക്കേണ്ട കാര്യമില്ല. ഒരു സ്ഥാനാർത്ഥി അതായത് വിന്നറാവൺ യോഗ്യനാണോ എന്നുള്ളത് നമ്മുടെ ധ്യാനത്തിൽ കൂടെ നമ്മളൊന്ന് കണ്ണടച്ച് നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെന്ന് തന്നെ പറയും. അങ്ങനെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ മുകേഷിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല എനിക്ക് കൃഷ്ണകുമാറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല ഞാൻ പറഞ്ഞു അന്ന് കൃഷ്ണകുമാർ വന്നിട്ടില്ല, ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി 2 പേരേ ഉള്ളൂ. അപ്പം ആ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ പ്രേമേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് വരും, ഡെയിലി വരും, ജയിക്കൂ നമ്മൾ ധൈര്യമായിട്ട് പോകും, ജയിക്കും. അത് ജയിച്ചില്ല. പക്ഷെ എന്നെ വേദനിപ്പിച്ചത്, എന്നെ പ്രയാസപ്പെടുത്തി എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്കും മകൾക്കൊക്കെ വേദനയായി പോയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്നെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ സുരേഷ് ഗോപി ജയിക്കുമെന്ന് എന്തിനാണ് പറഞ്ഞു. എന്നെ ഏറ്റവും എൻ്റെ അടുത്ത് വന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അത് അദ്ദേഹം പറയണം, അദ്ദേഹം പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് എൻ്റെ അടുത്ത് വന്നുണ്ടായ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് മനസ്സ് കാണിച്ചൊരു വലിയ മനുഷ്യനാണ്. അവിടെ ഞാൻ ഉള്ളത് പറഞ്ഞ് അദ്ദേഹത്തിനിപ്പം ഞാൻ നമിക്കുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഒരു ചടങ്ങുണ്ട്, ഈ കൈനീട്ടം എല്ലാവർക്കും മേടിക്കണമെന്നൊരു എല്ലാവരുടെയും ഒരു നിർബന്ധം. ഞാനങ്ങനെ എല്ലാവരെയും വിളിപ്പിക്കത്തില്ല. ഇതിൽ മേടിച്ച് ഈ പറഞ്ഞ മദ്യപാനമൊക്കെ നടത്തി നടക്കുന്നവർക്ക് നമുക്ക് പറ്റത്തില്ല. കുടുംബം പോറ്റണമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വിളിച്ച് ഞാൻ കൈനീട്ടം 1 രൂപ നാണയമുള്ളൂ. അത് 90 കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അത് കൊടുക്കും. പക്ഷെ അവർക്ക് 1 വർഷത്തെ ഫലം അത് ഫലിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഇദ്ദേഹം ഈ ജനങ്ങളുടെ മുന്നേ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അത്ഭുതം അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അത് പറയും. അപ്പം ആ പുള്ളി എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട്, എനിക്കത് വല്ലാത്ത ഒരു വിഷമമായി. പുള്ളി പറഞ്ഞ ചേട്ടൻ ഒരു വലിയ മനുഷ്യനാണ്, ഞാൻ ദൈവികം പോലും അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യനാണ്, ഞാൻ എൻ്റെ പാർട്ടിയാണ് എനിക്ക് പോലും, പക്ഷേ ചേട്ടൻ വേറെ ആരെ പറഞ്ഞാലും വേണ്ട തൃശ്ശൂർ എന്തിനാണെന്ന് എന്നും പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇനി മിണ്ടത്തില്ല, ഞാൻ പിണക്കമാണ് എന്ന് വോയിസ് മെസ്സേജ്. പക്ഷേ അതൊക്കെ അന്നേരത്തെ കാര്യം. പിന്നെ അവരുടെ ക്ഷേത്രത്തിൽ ഞാൻ പിന്നെ ശ്രീകോവിലിൻ്റെ തറക്കല്ലിടലിനായിട്ട് എന്നെ വിളിച്ചിരുന്നു, ഞാൻ പോയത് ആ കർമ്മം നടത്തി. അപ്പം അന്നോട് എല്ലാ പിണക്കവും മാറി. പക്ഷേ മനുഷ്യൻ പക്ഷേ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്തു. നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ, അതാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ആ ഒരു ഇത്രയും പഴികൾ കേട്ടിട്ടും പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ അപ്പം നിരന്തരം ഞാനിത് പറഞ്ഞതാണല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ പ്രാർത്ഥനയുണ്ടായി, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴേ നേർച്ചയും നേർന്നു. ഈ ഇദ്ദേഹം ജയിച്ചെന്ന് അറിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിന് അമ്പലത്തിൽ പോകേണ്ടതായിട്ടാണ്, അതിനെ മാറ്റി വെച്ചിട്ട് ഈ സുരേഷ് ഗോപിക്ക് ഇത് നീലാഞ്ജനം നേർന്നു, അർച്ചന നേർന്നു. അത് നടത്തിയിട്ട് മാത്രം മതി. അതൊരു മനസ്സല്ലേ, അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അവരെ വെറുതെ ഓരോന്നൊക്കെ ആൾക്കാർ വന്നു, അപ്പോൾ അതൊക്കെ ഒരു വിഷമം. പക്ഷെ അത് അദ്ദേഹം ഒന്ന് വിളിച്ചില്ല. ഈ ABC-യുടെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ചിലപ്പോൾ അദ്ദേഹം വിളിച്ചാലോ അറിയില്ല. എന്തായാലും എൻ്റെ ഭാര്യ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഭയങ്കര കരച്ചില്ല. അത് ചാനലുകാർക്ക് അറിയാം. പലരും വന്ന് എടുത്ത് ഭയങ്കര എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ പോസ്റ്റിലോട്ട് എണ്ണിയപ്പം പിന്നെ താഴോട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. അത് ഞാൻ പറഞ്ഞ ഞാനല്ലേ പറഞ്ഞേ. അപ്പോൾ അതിനൊരു വിശ്വാസം ചേട്ടൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. ഞാനല്ലേ പറഞ്ഞേ സമാധാനപ്പെടും, നമ്മൾ ഒറ്റയടി കയറി വരും. ഞാൻ അങ്ങനെയാണ്. അന്നൊരു വക കഴിച്ചില്ല. അന്ന് എൻ്റെ വീട്ടിൽ ഇവരെല്ലാവരും വരും ഒക്കെ ഒന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും സുരേഷ് ഗോപി എന്തായാലും വരും, അല്ലെങ്കിൽ മോദിജിയുടെ ആരെങ്കിലുമൊക്കെ വരും. പ്രേമേന്ദ്രൻ്റെ അദ്ദേഹം അടുത്തല്ലേ വരുമോ അല്ലെങ്കിൽ വിളിക്കുക ചെയ്തൊരു വലിയ സംഭവം നടന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ 7 മണി തൊട്ട് വൈകിട്ട് 5-5:30 മണി വരെ മീഡിയക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായി. ഇവരാരും വന്നില്ല എന്നപ്പോൾ അവർക്ക് ഒരു വലിയ വിഷമമായിപ്പോയി. അവർക്കും വിഷമമായി, എനിക്കും വിഷമമായി. ഇത് പോട്ടെ, സാരല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഇത് സത്യത്തിൽ പറഞ്ഞ് വിളിപ്പിക്കാൻ പാടില്ല. കാരണം
അദ്ദേഹം അറിഞ്ഞ് ഒരു കോള്, ഒന്ന് സുദർശൻ നിങ്ങൾ എവിടെ ഉണ്ട്, ഞാനാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമാണ്. ഇതിപ്പോൾ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഇത് കഴിവായിട്ടില്ല, ഇതെന്താ പറയുക, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ താങ്കൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നു, പറയുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിളിക്കാൻ വേണ്ടിയല്ല, അതിനേക്കാളപ്പുറം ഫലം പ്രതീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.